ആടി ആടി മതോന്മത്തനായിട്ട് വരുന്നു കണ്ടപ്പോ നമ്മുടെ യമുനയ്ക്ക് അത് പിടിച്ചില്ല. അവൾ അത് സ്വീകരിച്ചില്ല. അവൾ അദ്ദേഹത്തെ ആദരിച്ചില്ല. ആ ആദരിക്കാണ്ടായപ്പോ ബലരാമൻ അങ്ങോട്ട് ദേഷ്യം വന്നു. നിനക്ക് ഇത്രയ്ക്ക് സാമർത്ഥ്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഹലായുധൻ എന്ത് ചെയ്തു? അവളെ വലിച്ചടിപ്പിച്ചിട്ട് പറഞ്ഞു, ഹേ ധിക്കാരി, ഞാൻ വിളിച്ചത് നീ കേട്ടില്ല, എന്നിട്ടും നീ എന്നെ അപമാനിച്ചുകൊണ്ട് ഇഷ്ടം പോലെ പോവുകയാണ്, നിന്റെ ഇഷ്ടം പോലെ പോവുകയാണ്, നടന്നു പോവുകയാണോ ചെയ്യുന്നത്, ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അടുത്തേക്ക് ഇങ്ങനെ വലിക്കുകയാണ്. സ്വേച്ഛാചാരിയായിട്ടുള്ള നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്റെ കലപ്പ കൊണ്ട് നിന്നെ 100 കഷ്ണങ്ങളാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബലരാമൻ എന്ത് ചെയ്യണം? നീ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല അല്ലെ? എന്നാ ശരിയാക്കി തരാം, എന്റെ കലപ്പ കൊണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ കീറി മുറിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് 100 കഷ്ണങ്ങളാക്കെന്ന് പറഞ്ഞിട്ട് പിറുപിറുപിറാന്ന് പറയും. മദ്യലഹരിയിലല്ലേ. അപ്പൊ യമുന രാമന്റെ വാക്കുകൾ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതുപോലെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ 100 പീസായി പോകും.